ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഞ്ചി മിഠായി റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനാവശ്യമായിട്ടുള്ളത് 50 ഗ്രാം ഇഞ്ചി ചെറുതായി കഷ്ണങ്ങളാക്കിയത്, 100 ഗ്രാം പഞ്ചസാര, പിന്നെ 1 സ്പൂൺ നെയ്യും. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ നുറുക്കി വെച്ചിട്ടുള്ള ഈ ഇഞ്ചി ഒരു മിക്സിയുടെ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചു കൊടുക്കണം. അരച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അരച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരുപാടങ്ങ് വെള്ളം പോലെയുള്ള കൺസിസ്റ്റൻസി ആവേണ്ട ആവശ്യമില്ല. ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതിനുശേഷം അരച്ച് വെച്ച ഈ മിക്സ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 100 ഗ്രാം പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കണം. ഇതിന് ശേഷം നമ്മൾ അവസാനം ഏത് ബൗളിലേക്കാണോ ഈ ഇഞ്ചി മിഠായി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് 1 സ്പൂൺ നെയ്യ് ഇങ്ങനെ തടവി കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ നെയ്യില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ തേച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ മിക്സ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ഇത് ചൂടാക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ താഴെ കരി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം ഇതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ പിന്നെയും ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ബൗളിലേക്ക് ഇത്തിരി ഐസ് വാട്ടർ ഇട്ടതിന് ശേഷം 1-2 ഡ്രോപ്പ് ഈ മിക്സ് അതിലേക്ക് ഇട്ടിട്ട് ഇതുപോലൊരു പരുവത്തിലേക്ക് നിങ്ങൾക്കൊരു ബോൾ പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് പാത്രത്തിലാണോ നിങ്ങൾ നെയ്യ് പുരട്ടി വെച്ചത് അതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നെയ്യ് തടവിയിട്ടില്ലെങ്കിൽ അവസാനം നമ്മൾക്കിത് പുറത്തേക്ക് എടുത്ത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാം മിക്സും അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത് കുറച്ചൊന്ന് കട്ടിയാവുമ്പോൾ ഒരു ഏകദേശം 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഷേപ്പിൽ നിങ്ങൾ മുറിച്ചെടുക്കണം. ഒരുപാട് വലിയ ഷേപ്പിൽ നിങ്ങൾ മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് എടുത്ത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് മുറിക്കുമ്പോൾ എപ്പോഴും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. ഞങ്ങളിത് മുറിക്കുന്ന സമയത്ത് ഒത്തിരി വൈകിപ്പോയിരുന്നു. 20 മിനിറ്റിന് ശേഷമാണ് ഞങ്ങൾ മുറിച്ചത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ബുദ്ധിമുട്ട്. നിങ്ങളത് പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഷേപ്പിൽ നിങ്ങൾ വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അടർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ഈ പാത്രം ഈ വീഡിയോയിൽ കാണുന്ന പോലെ കമഴ്ത്തിയാൽ മതി. ഇതിൽ കിടക്കുന്ന ഇഞ്ചി കഷ്ണങ്ങളെല്ലാം ഇതുപോലെ തന്നെ പ്ലേറ്റിലേക്ക് വീഴുന്നതായിരിക്കും. ഇത് വളരെ രുചികരമായ ഈസി ആയിട്ടുള്ള ഒരു 3 ചേരുവകൾ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.